സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. പരിസ്ഥിതിക്ക് കാവലാളാകാൻ മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ 3000-ലധികം ഫലവൃക്ഷ തൈകൾ ഒരുങ്ങി. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വിതരണം ചെയ്യും. കേരളം വനം വന്യജീവി വകുപ്പിൻ്റെയും സോഷ്യൽ ഫോറസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമായിട്ടുള്ള സ്കൂൾ നഴ്സറി യോജന എന്ന പദ്ധതി പ്രകാരമാണ് നമ്മൾ ഈ തൈകളെല്ലാം തന്നെ മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ നട്ട് വളർത്തിയിട്ടുള്ളത്. പരിസ്ഥിതി ദിനത്തിന് വിവിധ ക്ലബ്ബുകളിലേക്ക്, വിവിധ സന്നദ്ധ സംഘടനകളിലേക്ക് നാട്ടുകാർക്ക് ഒക്കെ വിതരണം ചെയ്യുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ സ്കൂളിലെ വിവിധ സന്നദ്ധ സംഘടനകളും സീഡ് പ്രവർത്തകരും ചേർന്ന് ഈ ഒരു സംരംഭം വിജയിച്ചിട്ടുള്ളത്. സ്കൂൾ നഴ്സറി യോജന എന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ സഹായത്തോടെ സ്കൂളിലെ NSS യൂണിറ്റ് മുൻകൈയെടുത്താണ് നടപ്പിലാക്കുന്നത്. നമ്മൾ കാരണം മറ്റുള്ളവർക്കും കൂടി ഇത്രയും നല്ലൊരു ഉപകാരം ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണെന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അത് നന്നായിട്ട് അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനും നട്ടുപരിപാലിക്കുവാനും പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ നഴ്സറി യോജനത്തിന് കീഴിലാണ് ഈ പദ്ധതിയൊക്കെ നടക്കുന്നത്. 3000-ഓളം തൈകൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ പൊതുജനങ്ങൾക്ക് കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതൊക്കെ കൊടുക്കും. മരങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിടുന്നു. പേര, ഇലഞ്ഞി, സീതപ്പഴം, നെല്ലി എന്നിവയുടെ തൈകളാണ് വിതരണത്തിന് തയ്യാറാക്കിയത്. ഇലഞ്ഞി, നെല്ലി, പേരക്ക, സീതപ്പഴം എന്നിവയാണ്. ഞങ്ങൾ ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് അയൽ വീടുകളിലേക്കും അടുത്തുള്ള ക്ലബ്ബുകളിലേക്കും 3000-ലധികം വരുന്ന വീടുകളിലേക്ക് ഇത് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിത്ത് 2025 ജനുവരിയിൽ വയനാട്ടിൽ നിന്ന് കൊറിയർ വഴി വരുത്തുകയായിരുന്നു. ഫെബ്രുവരി ആദ്യവാരം വിത്തുകൾ പാകി. അതിനായി 30 സെന്റിമീറ്റർ ഉയരം, 120 സെന്റിമീറ്റർ വീതി, 24 മീറ്റർ നീളം വരുന്ന മണ്ണിന്റെ ബെഡ് തയ്യാറാക്കി. 30 സെന്റിമീറ്റർ ഹൈറ്റ്, 120 സെന്റിമീറ്റർ വീതി, 24 മീറ്റർ നീളത്തിൽ മണ്ണിൻ്റെ ബെഡ് തയ്യാറാക്കി അതിൽ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഈ വിത്ത് അതിലിട്ടത്. അതിന് വൈക്കോൽ കൊണ്ട് പുതയിട്ട്, അതിന് മൾച്ചിങ് എന്ന് പറയും, പുതയിട്ട് അത് മുളപ്പിച്ചെടുത്ത് 2 മാസം കൊണ്ട് അത് മുളച്ചു വന്നു. അതിനുശേഷം ഈ തൈകൾ കവറിലേക്ക് മാറ്റി. വളത്തിനായി ചാണകപ്പൊടി കലർത്തി. വിത്തു പാകിയ ശേഷം വെയിലിൽ നിന്ന് രക്ഷയ്ക്കായി വൈക്കോൽ പുതയിട്ടു. തരിച്ചെടുത്ത മണ്ണ്, ചാണകപ്പൊടി, ചകിരി കമ്പോസ്റ്റ് എന്നിവ നിശ്ചിതാനുപാതത്തിൽ തയ്യാറാക്കിയ മിശ്രിതം കവറുകളിൽ നിറച്ചു. വെയിലിൽ നിന്ന് രക്ഷയ്ക്കായി നെറ്റ് ഷീറ്റ് വലിച്ചുകെട്ടി. മാസങ്ങളോളം കൃത്യമായി പരിചരണം നൽകിയാണ് കുട്ടികൾ തൈകൾ ഒരുക്കിയത്. ഞങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ഞങ്ങൾ സ്കൂളിലേക്ക് വരികയും അത് നനയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അതൊരു ചെടിയുടെ പാകമായപ്പോൾ ഞങ്ങൾ അതൊരു ബാഗിലേക്കും അത് മണ്ണ് 3:1:1 എന്ന റേഷ്യോയിൽ മണ്ണ്, ചാണകം, ചകിരിപ്പൊടി എന്ന രീതിയിൽ ഞങ്ങൾ അത് വെക്കുകയും ചെയ്തു. സ്നേഹപൂർവ്വം ഉണ്ടാക്കിയ തൈയാണത്. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കിയതാണ്, ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഞങ്ങളിതിൽ പല കാര്യങ്ങളും ചെയ്തണ്. നിങ്ങളും ഇത് ചെയ്യണം. ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് സൈനുൽ അബ്ദീൻ KA, റേഞ്ച് ഓഫീസർ PS മുഹമ്മദ് നിഷാൽ, ഡെപ്യൂട്ടി റേഞ്ചർ NP ദിവാകരൻ ഉണ്ണി, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PN അബ്ദുൾ റഷീദ്, പ്രിൻസിപ്പൽ M ദിലീപ് കുമാർ, ഹെഡ്മാസ്റ്റർ D ശ്രീകാന്ത്, NSS പ്രോഗ്രാം ഓഫീസർ K രതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. Air 1, മൊറയൂർ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.